ഹരേ കൃഷ്ണ. എല്ലാവരെയും നമ്മുടെ ഇന്നത്തെ ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും വന്നതിൽ വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത, ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപതരോർഗലിതം ഫലം ശുഖമുഖാദമൃതാദ്രവ്യസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോർരസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീരുത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠുകീ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനേ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യ ഈശ്വരം. കഥാഞ്ചന സ്മൃതേ യസ്മിൻ ദുഷ്കരം സുകരം ഭവേത് വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീചൈതന്യം നമാമി തം. ഹരിഃ ഓം തത്സത്. സർവശാസ്ത്രാബ്ധിപീയൂഷ സർവവേദൈകസത്ഫലാ സർവസിദ്ധാന്തരത്നാഢ്യ സർവലോകൈകദൃക്പ്രദാം സർവഭാഗവതപ്രാണ ശ്രീമദ്ഭാഗവത പ്രഭോ കലിദ്വന്ദ്വോദിതാദിത്യ ശ്രീകൃഷ്ണ പരിവർത്തിത പരമാനന്ദപാഠായ പ്രേമവർഷ്യക്ഷരായ തേ സർവദാ സർവസേവ്യായ ശ്രീകൃഷ്ണായ നമോസ്തുതേ. മദേകബന്ധോ മത്സംഗിൻ മദ്ഗുരോ മന്മനാമഹാധന മത്സ്നിഷ്താരക മദ്ഭാഗ്യ മദാനന്ദ നമോസ്തുതേ. ഗ്രന്ഥരാജ ശ്രീമദ് ഭാഗവതം की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, अनंत कोटि वैष्णव वृंद की जय. निताय गौर सिद्धनाथ प्रेमानंदे हरि हरि बोल. ഹരേ കൃഷ്ണ. സോ എല്ലാവരെയും ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും വന്നതിൽ വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രീമദ് ഭാഗവത്തിലെ 3-ാമത്തെ സ്കന്ധത്തിലെ മൈത്രേയ മുനിയുമായുള്ള വിതുരന്റെ സംഭാഷണങ്ങൾ എന്ന ഭാഗമാണ്. അതിൽ ദേവന്മാരുടെ പ്രാർത്ഥനയെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ 48-ാമത്തെ ശ്ലോകം വരെ നമ്മൾ കണ്ടു. 48-ാമത്തെ ശ്ലോകം വരെ നമ്മൾ കണ്ടു. സോ അപ്പൊ 48 മുതൽ 51 വരെയുള്ള ശ്ലോകങ്ങളിൽ എങ്ങനെ അല്ലെങ്കിൽ ഭക്തിയില് മുൻപോട്ട് വരണമെന്നും അതുപോലുള്ള പ്രോപ്പറായിട്ടുള്ള
ഒരു ഡയറക്ഷൻ തരണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ദേവന്മാര് ഭഗവാന്റെ മുൻപിൽ വയ്ക്കുന്നത്. നമുക്ക് 48-ാമത്തെ ശ്ലോകം ജസ്റ്റ് ട്രാൻസ്ലേഷൻ ഒന്ന് വായിച്ചിട്ട് നമുക്ക് 49-ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. ഓ യഥാർത്ഥ പുരുഷ, ഞങ്ങൾ പക്ഷേ അങ്ങയുടേത് മാത്രമാകുന്നു. ഞങ്ങളെല്ലാം അങ്ങയുടെ സൃഷ്ടികളാണെങ്കിലും പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട് ഒന്നിനു പിറകെ ഒന്നായാണ് ജനിച്ചത്. ഇക്കാരണത്താൽ പ്രവൃത്തികളിൽ ഞങ്ങൾ വേർതിരിക്കപ്പെട്ടു. അതിനാൽ സൃഷ്ടിക്കു ശേഷം അങ്ങയുടെ അതീന്ദ്രിയ ആനന്ദത്തിൽ ഞങ്ങൾക്ക് യോജിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. ദേവന്മാര് പറയുന്ന ഒരു ഭാഗമാണ് ഭഗവാനോട്. സോ ഒരു പ്രോപ്പർ ഡയറക്ഷൻ തരയണമേ, അല്ലെങ്കിൽ ഞങ്ങളെ ഒന്നുകൂടി എൻലൈറ്റൻ ചെയ്ത് ഞങ്ങളെ മുകളിലോട്ട് വരുത്തണമേ എന്ന് ഉള്ള ഉദ്ദേശത്തിൽ അവര് പ്രാർത്ഥന ഭഗവാന്റെ മുൻപിൽ വെക്കുകയാണ് ചെയ്തത്. ശ്ലോകം നമ്പർ 49 നമുക്ക് പോകാം. ഹരേ കൃഷ്ണ. എല്ലാവരും ദയവായിട്ട് മ്യൂട്ടിലിരിക്കുക. സോ ഞങ്ങളിപ്പോ ഈ ഒരു അവസരത്തിൽ ഞങ്ങള് എന്താ പറയാ, ഒന്നിച്ച് ഏകോപിപ്പിച്ച് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊരു കാര്യം ഇവിടെ ദേവന്മാരോട് വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സോ അടുത്ത ശ്ലോകത്തിൽ നമുക്ക് നോക്കാം എന്താണ് ദേവന്മാർ പ്രാർത്ഥിക്കുന്നത്. യാവത് ബലിം തേജഹരാമകാലേ യഥാ വയം ചാന്നമദാമയത്ര യഥോഭയേഷാം തൈമേ ഹി ലോകാ ബലിം ഹരന്തോന്നദന്ത്യ നുഹാ. ക്ഷമിക്കുക. യാവത് ബലിം തേജ ഹരാമകാലേ യഥാ വയം ചാന്നമദാമയത്ര യഥോഭയേഷാം തൈമേ ഹി ലോകാ ബലിം ഹരന്തോന്നമദന്ത്യ നുഹാ. വിവർത്തനം ഭാവാർത്ഥം ശിലപ്രഭുപാദ് കി ജയ്. ഓ ജനിച്ചിട്ടില്ലാത്തവനെ, അങ്ങയെ സന്തോഷിപ്പിക്കുന്ന എല്ലാ ഭക്ഷ്യധാന്യങ്ങളും ഉപഭോഗ വസ്തുക്കളും അങ്ങേക്ക് സമർപ്പിക്കേണ്ട വഴിയും രീതിയും സംബന്ധിച്ച് ദയവായി ഞങ്ങൾക്ക് ഉണർത്തിച്ചു തന്നാലും. അങ്ങനെയായാൽ ഞങ്ങൾക്കും ലോകത്തിലെ മറ്റെല്ലാ ജീവസത്തകൾക്കും കുഴപ്പങ്ങൾ കൂടാതെ സ്വയം പരിപാലിക്കാനും അങ്ങേക്കും ഞങ്ങൾക്കും വേണ്ട എല്ലാ ആവശ്യങ്ങളും അനായാസം നേടാനും കഴിയും. ക്ഷമിക്കുക. വിവർത്തനം ഒന്നുകൂടി വായിക്കാം, ശ്രദ്ധിച്ചു കേൾക്കുക. ഓ ജനിച്ചിട്ടില്ലാത്തവനെ, അങ്ങയെ സന്തോഷിപ്പിക്കുന്ന എല്ലാ ഭക്ഷ്യധാന്യങ്ങളും ഉപഭോഗ വസ്തുക്കളും അങ്ങേക്ക് സമർപ്പിക്കേണ്ട വഴിയും രീതിയും സംബന്ധിച്ച് ദയവായി ഞങ്ങൾക്ക് ഉണർത്തിച്ചു തന്നാലും. സോ എന്തൊക്കെയാണ് ഭഗവാന് ഇഷ്ടമുള്ളത്, അങ്ങേക്ക് എന്തൊക്കെ അങ്ങേക്ക് നൽകിക്കഴിഞ്ഞാൽ അങ്ങ് സന്തോഷവാനാകും എന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞു തരാൻ. അതാണ് ഒന്ന്, ഞങ്ങളെ കുറച്ചുകൂടി ഒരു എന്താ പറയാ മനസ്സിലാക്കി തരാനായിട്ട്, എൻലൈറ്റൻ ചെയ്തു തരാനായിട്ടാണ് ദേവന്മാരുടെ ആവശ്യപ്പെടുന്നത്. അങ്ങനെയായാൽ ദേവന്മാർക്ക് മാത്രമല്ല ഇതിന്റെ പ്രയോജനം, അതാണ് അവർ പറയുന്നത്. അങ്ങനെയായാൽ ഞങ്ങൾക്കും ലോകത്തിലെ മറ്റെല്ലാ ജീവസത്തകൾക്കും കുഴപ്പങ്ങൾ കൂടാതെ സ്വയം പരിപാലിക്കാനും അങ്ങേക്കും ഞങ്ങൾക്കും വേണ്ട എല്ലാ ആവശ്യങ്ങളും അനായാസം നേടാനും കഴിയും. സോ ഭാവാർത്ഥം ശിലപ്രഭുപാദയുടെ ഭാവാർത്ഥം നോക്കാം. ആരാണ് വായിക്കേണ്ടത്? ഹരേ കൃഷ്ണ. ആരെങ്കിലും നോക്കിയിരുന്നോ? വന്ദന മാതാജി. മിനി മാതാജിയാണ് പ്രഭു. മിനി മാതാജിയാണ്. മിനി മാതാജി വായിച്ചോട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മിനി മാതാജി, മിനി മാതാജി ഇല്ലേ? ഓക്കെ, വേറെ ആരെങ്കിലും വായിച്ചോളൂ. ഹരേ കൃഷ്ണ. സമയങ്ങളുണ്ട? ഞാൻ വായിക്കട്ടെ പ്രഭു. അല്ല, മല്ലിക മാതാജി ഇത് കൈ ഉയർത്തി തോന്നുന്നു. ഓക്കെ, മല്ലിക മാതാജി വായിച്ചോളൂ. മല്ലിക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഞാൻ എനിക്ക് മനസ്സിലായില്ലായിരുന്നു. വായിക്കട്ടെ? വായിച്ചോട്ടെ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി വാസുദേവായ. ഭാവാർത്ഥം. ഭാവാർത്ഥം വിവർത്തനം ശിലപ്രഭുപാദ് ഭാവാർത്ഥം.
ജീവിതത്തിൽ മനുഷ്യതലത്തിൽ നിന്ന് ആരംഭിക്കുന്ന അവബോധ വികാസം ഉന്നത ഗ്രഹങ്ങളിലെ ദേവതലത്തിൽ കൂടുതൽ പുരോഗതി ആർജിക്കുന്നു. ലോകത്തിന്റെ മിക്കവാറും മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന ഭൂമിയിലെ മനുഷ്യരൂപത്തിലുള്ള ജീവിതം ദേവന്മാർക്കും രാക്ഷസന്മാർക്കും ഇടയിലെ മധ്യസ്ഥ മാർഗമായി വർത്തിക്കുന്നു. ഭൂമിക്ക് മുകളിലെ ഗ്രഹ സംവിധാനം ദേവന്മാരെന്ന് വിളിക്കപ്പെടുന്ന ഉയർന്ന ബുദ്ധിയുള്ളവർക്കായി പ്രത്യേകം ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. സംസ്കാരം, സന്തോഷം, ആഡംബരം, സൗന്ദര്യം, വിദ്യാഭ്യാസം, ആയുസ് എന്നിവയിലെല്ലാം വളരെ ഉയർന്ന പുരോഗതിയുള്ളവരാണെങ്കിലും എപ്പോഴും തികഞ്ഞ ഈശ്വരാവബോധമുള്ളവരായതുകൊണ്ടാണ് അവരെ ദേവന്മാരെന്ന് വിളിക്കുന്നത്. എല്ലാ ജീവസത്തകളും വ്യവസ്ഥാപിതമായി ഭഗവാന്റെ നിത്യസേവകരാണെന്ന വസ്തുതയെപ്പറ്റി എല്ലായ്പ്പോഴും പൂർണ്ണമായ അവബോധമുള്ളതിനാൽ പരമോന്നതനായ ഭഗവാന് വേണ്ടി ഭക്തിയുത സേവനം ചെയ്യാൻ അവർ സദാ സന്നദ്ധരാണ്. ജീവിതത്തിന്റെ സകല ആവശ്യങ്ങളെ നിറവേറ്റിക്കൊണ്ട് മുഴുവൻ ജീവസത്തകളെയും പരിപാലിക്കാൻ ഭഗവാൻ ഒരുവന് മാത്രമേ സാധിക്കുകയുള്ളൂവെന്ന് അവർക്കറിയുകയും ചെയ്യാം. വൈദിക മന്ത്രങ്ങളായ ഏകോ ബഹൂനാം യോ വിദധാതി കാമാൻ തായേനം അബ്രുവൻ ആയതനം ന പ്രജാനീഹി യസ്മിൻ പ്രതിഷ്ഠിത അന്നം മദാമി തുടങ്ങിയ ഈ പരമാർത്ഥം സ്ഥിരീകരിക്കുന്നു. ഭഗവാൻ എല്ലാ ജീവികളുടെയും പരിപാലകനായ ഭൂതഭൃത് ആണെന്ന് ഭഗവത്ഗീതയിലും സൂചിപ്പിച്ചിട്ടുണ്ട്. ജലപ്പെരുപ്പം മൂലമാണ് പട്ടിണി ഉണ്ടാകുന്നതെന്ന ആധുനിക ആശയം ഫസ്റ്റ് പാരഗ്രാഫ് മാത്രം വായിച്ചാൽ മതി. സെക്കൻഡ് പാരഗ്രാഫ് വിനീത് പ്രഭുവാണ് വായിക്കേണ്ടത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. വിനീത് പ്രഭു വായിച്ച. ഹരേ കൃഷ്ണ പ്രഭു. ജനപ്പെരുപ്പം മൂലമാണ് പട്ടിണി ഉണ്ടാകുന്നതെന്ന ആധുനിക ആശയം ദേവന്മാരും ഭഗവാന്റെ ഭക്തന്മാരും അംഗീകരിക്കുന്നില്ല. ജീവസത്തകൾ എണ്ണത്തിൽ എത്രയുണ്ടെങ്കിലും അവയ്ക്ക് ഭക്ഷിക്കുന്ന കാര്യത്തിൽ അവബോധമുള്ള പക്ഷം എല്ലാവരെയും തീറ്റിപ്പോറ്റാൻ ഭഗവാന് കഴിയുമെന്ന് ദേവന്മാർക്കും ഭക്തന്മാർക്കും നന്നേ അറിയാം. ദൈവാവബോധമില്ലാത്ത സാധാരണ മൃഗങ്ങളെ പോലെ ആഹരിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവർക്ക് വനങ്ങളിലെ വന്യമൃഗങ്ങളെ പോലെ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിയേണ്ടി വരും. വന്യമൃഗങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ലഭ്യമാക്കുന്നതും ഭഗവാൻ തന്നെയാണ്. പക്ഷേ ദൈവാവബോധം ഇല്ലാത്തവരാണ് വന്യമൃഗങ്ങൾ. അതുപോലെ മനുഷ്യർക്ക് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങളും പാലും പച്ചക്കറികളും ലഭ്യമാക്കുന്നതും ഭഗവാനാണ് ഞങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകുന്നതെന്ന് തിരിച്ചറിയാനുള്ള കടമ മനുഷ്യജീവികൾക്കുണ്ട്. ഭഗവാന്റെ കാരുണ്യത്തിനുള്ള കൃതജ്ഞതയായി അവർ ആദ്യം യജ്ഞമായി ഭഗവാന് ഭക്ഷണം സമർപ്പിക്കുകയും ശേഷിക്കുന്നത് പ്രസാദമായി ഭക്ഷിക്കുകയും ചെയ്യണം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അടുത്ത പാരഗ്രാഫ് നിത്യരൂപമാതജിയാണ് വായിക്കേണ്ടത്. ഹരേ കൃഷ്ണ. ഓക്കെ, എനിക്കൊന്ന് വത്സലമാതജിയാണ് മുമ്പ് വായിക്കാമെന്ന് പറഞ്ഞത്. ഹരേ കൃഷ്ണ. അതെ, വായിച്ചോളൂ. അടുത്ത പാരഗ്രാഫ് മതി, വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഒരുവൻ ത്യാഗസമർപ്പണത്തിന് ശേഷം കഴിക്കുന്ന ഭക്ഷണം ശരീരത്തിനും ആത്മാവിനും ഉചിതമായ ആഹാരമായിരിക്കുമെന്നും ഒരുവൻ തനിക്ക് വേണ്ടി മാത്രം പാചകം ചെയ്ത് സമർപ്പണം കൂടാതെ ആഹരിക്കുന്നത് ആഹാര രൂപത്തിലുള്ള പാപപ്രവർത്തനമായിരിക്കുമെന്നും ഭഗവത്ഗീത 3:13 സ്ഥിരീകരിച്ചിരിക്കുന്നു. അത്തരം പാപപങ്കിലമായ ഭക്ഷണം ഒരുവനെ സന്തുഷ്ടനാക്കുകയോ ആഹാര ദൗർലഭ്യത്തിൽ നിന്ന് മോചിപ്പിക്കുകയോ ചെയ്യില്ല. ഭക്ഷ്യക്ഷാമം ബുദ്ധി കുറഞ്ഞ സാമ്പത്തിക വിദഗ്ധർ വിചാരിക്കുന്നത് പോലെ ജനസംഖ്യാവർധനയുടെ സൃഷ്ടിയല്ല. എപ്പോൾ മനുഷ്യ സമൂഹം തങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നൽകുന്ന ഭഗവാനോട് കൃതജ്ഞതയുള്ളവരാകുന്നുവോ അപ്പോൾ സമൂഹത്തിലെ ക്ഷാമവും വറുതിയും ഇല്ലാതാകും. ഭഗവാന്റെ സമ്മാനങ്ങളുടെ നൈസർഗികമായ മൂല്യം അറിയാൻ കഴിയാതെ വരുമ്പോൾ മനുഷ്യൻ ഇല്ലായ്മകളിലാകും. ഈശ്വരാവബോധമില്ലാത്ത ഒരു വ്യക്തിക്ക് തന്റെ പൂർവ്വ സത്കൃതികളുടെ ഫലത്താൽ തൽഫലം സമൃദ്ധിയിൽ കഴിയാൻ സാധിച്ചേക്കാം. പക്ഷെ ശക്തമായ ഭൗതിക പ്രകൃതിയുടെ നിയമപ്രകാരം ഭഗവാനുമായുള്ള ബന്ധം മറക്കുന്ന ഏതു കുബേരനെയും പിടികൂടാൻ ദൂരെ എവിടെയോ പട്ടിണി ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. ഈശ്വരാവബോധത്തിൽ അഥവാ ഭക്തി സേവനത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാത്ത ആർക്കും
ശക്തിമത്തായ ഭൗതിക പ്രകൃതിയുടെ ജാഗ്രതയിൽ നിന്ന് രക്ഷ പ്രാപിക്കാനാവില്ല. ഹരേ കൃഷ്ണ. രാധേ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് മതിജി. ഹരേ കൃഷ്ണ. വായിച്ച 3 പേർക്കും ഹൃദയംഗമായ നന്ദി. വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. അപ്പൊ ഇതില് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നൽകിയാലാണ് ഭഗവാൻ സന്തോഷിപ്പിക്കാനാവുന്നത് എന്നാണ് ദേവന്മാര് ചോദിക്കുന്നത്. ഈ ഒരു ചോദ്യം തീർച്ചയായിട്ടും നമ്മൾ ഇത് കാണുമ്പോൾ ജനിച്ചിട്ടില്ലാത്തവനെ, അതായത് ഇവിടെ പറയുന്ന അജ എന്ന വാക്ക് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങയെ സന്തോഷിപ്പിക്കുന്ന എല്ലാ ഭക്ഷ്യധാന്യങ്ങളും ഉപഭോഗ വസ്തുക്കളും അങ്ങേക്ക് സമർപ്പിക്കേണ്ട വഴിയും രീതിയും സംബന്ധിച്ച് ദയവായി ഞങ്ങൾക്ക് ഉണർത്തിച്ചു തന്നാലും. ഈ ദേവന്മാർ ചോദിക്കുന്ന ഈ ചോദ്യത്തിന് ഉത്തരം ആരുടെയെങ്കിലും കയ്യിലുണ്ടോ? ആരുടെയും കയ്യിൽ ഇതിനുള്ള ഉത്തരം എവിടുന്നെങ്കിലും ഒന്ന് പറയാൻ സാധിക്കുമോ? യെസ്, വിഷ്ണുപ്രിയ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാമം. ഇതിൽ തെറ്റിട്ട് പറയണേ. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്യ പ്രേസി. അതെ, അത് തന്നെയാണ്. അതാണ് പ്രഭു. കറക്റ്റ്. അത് തന്നെ പറഞ്ഞിട്ട് തദഹം പത്യമൃതോ അശ്നാമി. പ്രഭു, എനിക്കത് മുഴുവൻ കാണാണ്ടറിയില്ല. പ്രിയതാത്മന. ഹരേ കൃഷ്ണ. യെസ്. മായാതീത മാതാജി, അത് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ. അതുകൊണ്ടായിരിക്കും മാതാജി കൈ താഴ്ത്തിയിട്ടത്. അതെ, യജ്ഞമായി ആദ്യം ഭഗവാന് ഭക്ഷണം യജ്ഞമായി സമർപ്പിച്ച് ശേഷിക്കുന്നത് പ്രസാദമായി ഭക്ഷിക്കും. വെരി ഗുഡ്. അത് യജ്ഞശിഷ്ടാശിനസന്തോ മുച്ചന്തേ സർവകിൽബിഷേ ഭൂഞ്ചതേതേ ത്വഖം പാപ ഏ പചന്ത്യാത്മകാരണാത്. വെരി ഗുഡ്. അതുകൊണ്ട് പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്ത്യാ പ്രയശ്യതി തദഹം ഭക്തി ഉപഹൃതം അശ്നാമി പ്രയതാത്മനഃ. സോ there is no conditions. ഒന്നും ഭഗവാന് ഡിമാൻഡ് ഇല്ല. ഭഗവാന് എന്ത് കൊടുത്താലും ഭഗവാൻ സന്തുഷ്ടനാകും. പക്ഷെ ഒരു കണ്ടീഷനാണ്. എന്താണ് കണ്ടീഷൻ? യോമേ ഭക്ത്യാ പ്രയശ്യതി. ഭക്തിയോടുകൂടി നൽകണം എന്നുള്ളതാണ് ഭഗവാൻ അവിടെ ഒരു കണ്ടീഷൻ വെച്ചിരിക്കുന്നത്. അതിന്റെ ട്രാൻസ്ലേഷനിൽ തീർച്ചയായിട്ടും ഭക്തി എന്ന് പറയുമ്പോൾ ട്രാൻസ്ലേഷൻ സ്ഥലത്ത് ശ്രീല പ്രഭുപാദ് ഒരു വാക്കുകൂടി അതിനോട് ചേർക്കുന്നുണ്ട്. എന്താണ്? ആർക്കെങ്കിലും പറയാമോ? എന്റെ ട്രാൻസ്ലേഷൻ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എന്താണ് ശ്രീല പ്രഭുപാദ് അവിടെ എഴുതിയിരിക്കുന്നത്? സ്നേഹത്തോടെയും ഭക്തിയോടെയും. ശ്രീല പ്രഭുപാദ് ആ ശ്ലോകത്തിന് ട്രാൻസ്ലേഷൻ നൽകിയപ്പോൾ ശ്രീല പ്രഭുപാദ് പറഞ്ഞത് സ്നേഹത്തോടെയും ഭക്തിയോടെയും നൽകുന്നത്, അല്ലെങ്കിൽ പ്രേമത്തോടെയും ഭക്തിയോടെയും നൽകുന്നത്. കാരണം ഭക്തിയുടെ മറ്റൊരു വാക്ക് സ്നേഹമാണ്. ആ സ്നേഹത്തോടുകൂടി ഭഗവാന് നൽകുമ്പോൾ, അല്ലെങ്കിൽ ഭക്തിയോടും സ്നേഹത്തോടും കൂടി ഭഗവാൻ നൽകുമ്പോൾ ഭഗവാന് എന്ത് നൽകിയാലും ഭഗവാൻ അത് സ്വീകരിക്കും. തീർച്ചയായിട്ടും അതിന് ലോജിക്കലി നമ്മൾ മനസ്സിലാക്കണം. അതൊരിതാണ്. അപ്പോൾ അത് അങ്ങനെയാണ് എങ്കിൽ ദേവന്മാർ എന്താ പറയുന്നത്? അങ്ങനെയായാൽ ഞങ്ങൾക്കും ലോകത്തിലെ മറ്റെല്ലാ ജീവസത്തകൾക്കും കുഴപ്പങ്ങൾ കൂടാതെ സ്വയം പരിപാലിക്കാനും അങ്ങേക്കും ഞങ്ങൾക്കും വേണ്ട എല്ലാ ആവശ്യങ്ങളും അനായാസം നേടാനും കഴിയും. പക്ഷേ പ്രഭുപാദ് ആ ഒരു തത്വത്തിനെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു കാര്യത്തിനെ മറ്റൊരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത് ഈ ലോകത്തിൽ സംഭവിക്കുന്ന പട്ടിണി മരണങ്ങൾ, അല്ലെങ്കിൽ സ്കേഴ്സിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ശ്രീല പ്രഭുപാദ് ആ ഒരു തത്വത്തെ, അല്ലെങ്കിൽ ആ ഒരു ഇതിനെ ലെവലിനെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് ആ ഒരു നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത്? ഇങ്ങനെ എന്താ പറയുക, സ്കേഴ്സിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ഉണ്ടാകുന്നത്? സ്കേഴ്സിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മൾ അതിന്റെ മിസ്യൂസിങ് ആണ്. അതിന് മിസ്യൂസിങ്. ഓക്കെ, അതൊരു അണ്ടർസ്റ്റാൻഡിങ്. പക്ഷേ ശ്രീല പ്രഭുപാദ് ഇവിടെ ഭാവാർത്ഥത്തിൽ പറയുന്ന പോയിന്റ് എന്തെന്നാൽ അവബോധമില്ലായ്മ. അപ്പൊ ദേവന്മാർ പറഞ്ഞത് അങ്ങും ഞങ്ങളും സന്തുഷ്ടരാകും എന്ന് പറഞ്ഞു. എന്താണ് അതിന്റെ അർത്ഥം? യജ്ഞങ്ങൾ ചെയ്ത് ഭഗവാൻ സംപ്രീതനാകുമ്പോൾ ദേവീ ദേവന്മാരും സംപ്രീതരാകും. ശ്രീല പ്രഭുപാദ് രണ്ടാമത്തെ പാരഗ്രാഫില് അതിനെക്കുറിച്ച് പറയുന്നത് ജനപ്പെരുപ്പം മൂലമാണ് പട്ടിണി ഉണ്ടാകുന്നത് എന്ന ആധുനിക ആശയം
ദേവന്മാരും ഭഗവാന്റെ ഭക്തന്മാരും അംഗീകരിക്കുന്നില്ല. അതിനുള്ള കാരണം എന്താണ്? അത് തീർച്ചയായിട്ടും ഭക്തന്മാർക്കും ദേവന്മാർക്കും അറിയാം ഭഗവാന്റെ കഴിവിനെ കുറിച്ചിട്ട്, ആർക്കും അത് ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു കാര്യം ശില പ്രഭുപാദ് പറയുന്നുണ്ട്. പക്ഷേ ഇതിന്റെ നമ്മൾ ചില സമയങ്ങളില്ല, നമ്മൾ പല സമയങ്ങളിലും പ്രീച്ചിങ് സമയത്ത് നമ്മൾ തിരിച്ചും ഈ ഒരു കോൺസെപ്റ്റ് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അതിന് വിപരീതമായിട്ടാണ് ശില പ്രഭുപാദ് ഇവിടെ ഭാവാർത്ഥത്തിൽ എഴുതിയത്. എന്താണ് എഴുതിയിരിക്കുന്നത്? ഇതിനാർക്കെങ്കിലും എന്തെങ്കിലും കമന്റ് ഉണ്ടോ എന്ന് പറയുക. ദൈവാവബോധമില്ലാത്ത സാധാരണ മൃഗങ്ങളെ പോലെ ആഗ്രഹിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവർക്ക് വനങ്ങളിലെ വന്യമൃഗങ്ങളെ പോലെ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിയേണ്ടി വരും. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കമന്റ് ഉണ്ടോ ഈ ഒരു പോയിന്റിൽ? കാരണം മേ ബി നമുക്കൊരു ചെറിയ ഒരു കോൺട്രഡിക്ഷൻ ആണോ, അല്ലെങ്കിൽ അതിനെ എങ്ങനെ മനസ്സിലാക്കണം? യെസ്, അശോക മാതാജി പറഞ്ഞട്ടെ, എന്താണ് പറയാനുള്ളത്? കൃഷ്ണ പ്രഭു, ഭഗവാൻ ഇരിക്കുന്നത് എല്ലാവർക്കും വേണ്ടി ഈക്വലായിട്ട് എടുക്കാനുള്ള ഇതിലാണ്. നമുക്ക് തന്നിരിക്കുന്ന കോട്ട മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ മറ്റുള്ളത് കൈവശപ്പെടുത്തുമ്പോഴാണ്, മറ്റുള്ളവർക്കുള്ളതും കൂടെ നമ്മൾ കൈവശപ്പെടുത്തുമ്പോഴാണ് അതിൽ കുറവ് വരുന്നത്. അതായത് ഭഗവാനാണ് അധികാരി എന്ന കാര്യം, നമുക്ക് വിധിച്ചിട്ടുള്ള കോട്ട മാത്രം നമ്മൾ ഉപയോഗിക്കുക. ഹരേ കൃഷ്ണ. അല്ല, എന്റെ ചോദ്യം അതല്ല മാതാജി. എന്റെ ചോദ്യം അത് കറക്റ്റ്, അത് നമ്മള് ഫോട്ടോയുടെ കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷെ ഇവിടെ ചില പ്രഭുപാദ് എഴുതിയിരിക്കുന്ന ഭാവാർത്ഥത്തില് ദൈവാവബോധമില്ലാത്ത സാധാരണ മൃഗങ്ങളെ പോലെ ആഹരിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവർക്ക് വനങ്ങളിലെ വന്യമൃഗങ്ങളെ പോലെ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിയേണ്ടി വരുമെന്ന് എഴുതിയിരിക്കുന്നു. അപ്പോ വന്യമൃഗങ്ങൾ പട്ടിണിയിലും ദാരിദ്ര്യത്തിലുമാണോ കഴിയുന്നത്? അങ്ങനെയെങ്കിൽ ഭഗവാൻ അവർക്ക് വേണ്ട ആഹാരങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നില്ലേ? ദിസ് ഇസ് മൈ ക്വസ്റ്റ്യൻ. അവർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എഴുതിയിരിക്കുന്നത് അങ്ങനെ യജ്ഞമായി അതായത് നമുക്ക് കിട്ടുന്ന നമ്മൾ ഭഗവാൻ അർപ്പിച്ചിട്ട് കഴിക്കണം എന്നുള്ളത് തന്നെയല്ലേ നേരത്തെ പറഞ്ഞത്? അത് തന്നെയാണ്. ഓക്കെ 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 ക്ലിയർ. ഓക്കെ, മനസ്സിലായി. ഓക്കെ, ഗംഗാനാഥ് പ്രഭു. കൃഷ്ണ പ്രഭുജി, അതായത് വന്യമൃഗങ്ങളായാലും ഏത് മൃഗമായാലും അവർക്ക് കർമ്മമില്ലല്ലോ. അവരുടെ കർമ്മത്തിന്റെ ഫലങ്ങൾ ഒന്നും വരുന്നില്ല. അപ്പൊ പിന്നെ അവരുടെ ആഹാരത്തിന്റെ സ്കാഴ്സിറ്റി എന്ന് പറയുന്നത് അത് ഭഗവാന്റെ ഇച്ഛയാൽ തന്നെ വരുന്നുള്ളൂ, അല്ല മറ്റൊന്നുമല്ല. സ്കാഴ്സിറ്റി ഉണ്ടാവുന്നുണ്ടോ? അതാണ് ചോദ്യം. ഫസ്റ്റ് ഓഫ് ഓൾ ഇല്ല. അവിടെ സത്യാൻസ് ആക്ച്വലി ശില പ്രഭുപാദ് പറഞ്ഞത് മൃഗങ്ങളെ പോലെ ജീവിക്കുന്നവർക്ക് എന്നുള്ള മനുഷ്യനെ കുറിച്ചാണ് അവിടെ പ്രഭുപാദ് ഉദ്ദേശിക്കുന്നത്. നോ, ഇറ്റ്സ് വെരി ക്ലിയർ, വെരി ക്ലിയർ, വെരി ക്ലിയർ. നമ്മൾ റോങ് ഇന്റർപ്രിട്ടേഷൻ നടത്തരുത്. കാരണം ഇവിടെ ചില പ്രഭുപാദി വന്യമൃഗങ്ങളെ പോലെ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിയേണ്ടി വരും. ഇറ്റ്സ് വെരി ക്ലിയർ, വെരി ക്ലിയർ. ചില പ്രഭുപാദ് പറഞ്ഞത് വന്യമൃഗങ്ങളെ പോലെ, കാരണം അവര് പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിയുന്നുണ്ട് എന്നൊരർത്ഥമുണ്ട്. പക്ഷെ നമ്മൾ പല സമയങ്ങളിലും ഞാൻ എന്തുകൊണ്ടാണ് റേസ് ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ തന്നെ പല സമയങ്ങളിലും ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ആണ്. മറ്റ് ചില വിഭാഗക്കാര് പറയുന്നതാണ്, ഗിവ് മീ മൈ ബ്രെഡ്, എനിക്കുള്ള റൊട്ടി എനിക്കുള്ള തരണമേ, അല്ലെങ്കിൽ എനിക്ക് തരാനുള്ള ബ്രെഡ് എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ അതിന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈവൻ ഇത്രയും തീറ്റ കഴിക്കുന്ന ആനയ്ക്ക് പോലും ഭഗവാൻ ഭക്ഷണം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ഒരാനയും പട്ടിണി മൂലം മരിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഈ പോയിന്റ് അതിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം. അതാണ് ഞാൻ ഇത് ഇന്ന് റേസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. കാരണം എല്ലാവരുടെയും അഭിപ്രായം ഒന്ന് നേടാമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. സോ എന്റെ പോയിന്റ് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ then what we are saying is like, I mean, എവിടെയാണ് ഒരു കോൺട്രഡിക്ഷൻ നടക്കുന്നത്? അത് എന്തോ ഒരു മിസ്സിംഗ് ഉണ്ട് ഇവിടെ. സോ we want to find it out. അതെന്താണെന്ന് മനസ്സിലാക്കാം. ഉദ്ദേശിക്കുന്നത് കറക്റ്റ് ആയിട്ട് മനസ്സിലായില്ല, അതാണ്. ഹരേ കൃഷ്ണ പ്രഭുജി. ഒരു മിനിറ്റ് പറഞ്ഞോളൂ മതി പറഞ്ഞിട്ട്. അവരുടെ ദൈവം കൊടുത്ത ഫുഡ് അത് തന്നെയാണല്ലോ. അതായത് അന്യമൃഗങ്ങളെ പിടിച്ച് അവർക്ക് ദൈവം കൊടുത്ത ഫുഡ് അത് തന്നെയാണല്ലോ. അതായത് ശക്തന്മാരായ മൃഗങ്ങള് ശക്തിയില്ലാത്ത മൃഗങ്ങളെ പിടിച്ച് ആഹരിക്കുക എന്നുള്ളതാണല്ലോ അവരുടെ ഫുഡ്. അപ്പൊ അവരങ്ങനെയാണ്. പക്ഷെ അവർക്ക് ആത്മീയമായിട്ട് നാമം ജപിക്കുക അങ്ങനത്തെ ഒരു ഇതില്ല എന്നായിരിക്കും. എന്റെ ക്വസ്റ്റ്യൻ എനിക്കൊന്നും ആർക്കും മനസ്സിലായില്ല തോന്നുന്നു. എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്.
ഞാൻ ഒരു പറഞ്ഞോട്ടെ. മിനിറ്റ് ഹരേ ഒരു മിനിറ്റ് പ്രഭു മതി. ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റിവൈസ് ചെയ്യട്ടെ. എൻ്റെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റീഫ്രെയിം ചെയ്യട്ടെ. അതായത് ഞാൻ തന്നെ പല ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതുപോലെ നമ്മളൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്ന ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. നമ്മളുടെ ഭൗതികപരമായ ആവശ്യങ്ങൾ, അതായത് റോട്ടി കപ്പട മക്കാൻ, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ ഭഗവാന്റെ മുൻപിൽ വെക്കേണ്ട കാര്യമില്ല. കാരണം കൃഷ്ണ പ്രൊവൈഡ്സ് എവറിഥിങ് ടു എവറിബഡി. എല്ലാ ജീവജാലങ്ങൾക്കും ആവശ്യമായ സാധനങ്ങളെല്ലാം ഇൻക്ലൂഡിങ് ഫുഡ് ഐറ്റംസ് ഭഗവാൻ കരുതിയിട്ടുണ്ട് ഈ ഭൂമിയിൽ. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും മൃഗങ്ങളും എല്ലാ ജീവജാലങ്ങൾക്കും അത് ബാധകമാണ്. മനുഷ്യർക്ക് മാത്രമല്ല, എല്ലാവർക്കും ഭഗവാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് നമുക്ക്. ഞാൻ തന്നെ പല ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ചില പ്രഭാതിന്റെ മറ്റു പല ഭാവാർത്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഈവൻ ആന പോലും ഇത്രയും ടണ്ണ് കണക്കിന് ആഹാരം കഴിക്കുന്ന ആനകൾക്ക് വേണ്ടിയുള്ള ആഹാരം അല്ലെങ്കിൽ ഭക്ഷണങ്ങൾ പോലും വനങ്ങളിൽ ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. ഒരു ആനയും ഇതുവരെ പട്ടിണി മൂലം മരണപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്കറിയില്ല ശരിയാണോ എന്ന്. പക്ഷേ ഇപ്പൊ ഇവിടെ വായിക്കുമ്പോൾ ശില പ്രഭുപാദ് പറയുന്നു, വന്യമൃഗങ്ങൾ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിയേണ്ടി വരും എന്ന് പറയുമ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ഈസ് ഇറ്റ് കോൺട്രഡിക്റ്റിംഗ് ഓർ നോട്ട്? ഇതാണ് എന്റെ ചോദ്യം. ഹരേ യെസ്. കൃഷ്ണ. ഞാൻ മതി. വേറൊരു മാതാജി ഇടയ്ക്ക് പറയാൻ തുടങ്ങിയായിരുന്നു. കൈ ഉയർത്തിയില്ലെങ്കിൽ എനിക്ക് പേര് കാണാൻ സാധിക്കത്തില്ല. ദയവായിട്ട് അതൊന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ നല്ലതായിരിക്കും. വേറൊരു മാതാജി ആരാണ് പറയാൻ തുടങ്ങിയത്? ഹരേ കൃഷ്ണ പ്രഭുജി. ആ, ഹരേ കൃഷ്ണ. വന്യമൃഗങ്ങൾ എല്ലാവർക്കും, മനുഷ്യർക്ക് അവരവരുടേതായ ആഹാരങ്ങൾ, വന്യമൃഗങ്ങൾക്ക് അവരുടേതായത്. പക്ഷെ നമ്മൾ മനുഷ്യരെ അത് അതിക്രമിച്ച് കടന്ന് മറ്റ് വന്യമൃഗ മൈ ക്വസ്റ്റ്യൻ ഇസ് നോട്ട് ദാറ്റ്. ഒരു മിനിറ്റ്. അഗൈൻ ഞാൻ നമ്മളുടെ ആഹാരം അവരുടെ ആഹാരത്തിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ ഒരിക്കലും വന്യമൃഗങ്ങളുടെ ആഹാരം പോയി അതിക്രമിച്ച് കഴിക്കുന്നില്ല. മനുഷ്യന്മാരും വന്യമൃഗങ്ങളുടെ ആഹാരം വനത്തിൽ പോയി നമ്മളാരും എടുത്ത് കഴിക്കുന്നില്ല. എന്റെ ചോദ്യം, വന്യമൃഗങ്ങൾക്കും ആഹാരം ഭഗവാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഉണ്ട് എന്നാണ് നമ്മുടെ ആൻസർ എങ്കിൽ ശില പ്രഭുപാദ് എന്തുകൊണ്ടാണ് ഇവിടെ വന്യമൃഗങ്ങളും പട്ടിണി കിടക്കുന്നുണ്ട് എന്ന് എഴുതിയിരിക്കുന്നത്? ദിസ് ഈസ് മൈ ക്വസ്റ്റ്യൻ. യെസ്. ഇന്ദു ചൂടൻ പ്രഭു പറഞ്ഞാട്ടെ പ്രഭു. ഹരേ കൃഷ്ണ. കോൺട്രഡിക്ഷൻ ആണ് പ്രഭു. യെസ്, അതാണ് എനിക്കൊരിക്കലും സംശയം. കാരണം നമുക്കത് ഒന്നുകൂടെ ക്ലിയർ ആവണ്ടേ. ഓക്കെ, സുകോമള മാതാജിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രഭു എന്തെങ്കിലും പോയിന്റിനെ കുറിച്ച് പറയാനുണ്ടോ? ഇന്ദു ചൂടൻ പ്രഭു എന്തുകൊണ്ടായിരിക്കാം പ്രഭു അതങ്ങനെ എഴുതിയിരിക്കുന്നത്? അല്ല, ഇപ്പൊ ഡീഫോറസ്റ്റേഷൻ ഒക്കെ നടക്കുന്നില്ലേ? നമ്മൾ അവരെ ഡീഫോറസ്റ്റേഷൻ ഫുഡിൽ കൈ കയറുക ചെയ്യും. കേൾക്കണ്ട പ്രഭു. ഡീഫോറസ്റ്റേഷൻ ഒക്കെ നടക്കുമ്പോ അൾട്ടിമേറ്റ്ലി അവർക്ക് ഫുഡിലുണ്ടാവും. നല്ലൊരു പോയിന്റ് ആണ്. യെസ്. പക്ഷെ ഇത് ഇപ്പൊ ഡീഫോറസ്റ്റേഷൻ ഒക്കെ നമ്മുടെ ഈ ഒരു ജനറേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു കാലത്തിലാണ് നടക്കുന്നത്. ചില പ്രഭാതി ഇത് എഴുതുമ്പോൾ 1970s അത്ര വലിയ ഡീഫോറസ്റ്റേഷൻ ഉണ്ടായിരുന്നോ? അല്ല, പക്ഷെ പ്രഭു അത് ഫ്യൂച്ചർ ഉണ്ടാവുന്നല്ല പറഞ്ഞേ. ഓക്കെ, മനസ്സിലായി പ്രഭു ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സുഗോമള മാതാജി എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ഹരേ കൃഷ്ണ പ്രഭു. ഭഗവാനെ ഭക്തിപൂർവം സ്മരിക്കുമ്പോൾ ഭഗവാനാൽ നമ്മൾ സംരക്ഷിക്കപ്പെടുമെന്നല്ലേ പറയുന്നത്. അപ്പോഴും അങ്ങനെ ഭഗവാനെ ഭക്തിപൂർവം നോക്കാത്തവരെ കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ച പറ്റും എന്നുള്ളതായിരിക്കും. എനിക്ക് അത്ര അറിയാം. ഓക്കെ, യെസ് വിഷ്ണുപ്രിയ മാതാജി. കൃഷ്ണ പ്രഭു ഇത് സിംബോളിക്കലി പറഞ്ഞതായിരിക്കും. സിംബോളിക്കലി പറഞ്ഞതായിരിക്കാം. ഭഗവാനെ ഭജിക്കാത്തടത്ത് ഭഗവാനെ യജ്ഞമായിട്ട് സമർപ്പിക്കാണ്ട് വന്നാൽ അതൊരു ദാരിദ്ര്യമാണ് എന്നുള്ള ഇൻഡയറക്റ്റ് മീനിങ് ആണോ പ്രഭുപാദ തന്നതിന്? വേറെ ആർക്കെങ്കിലും ഒപ്പീനിയൻ ഉണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു. ഈ കൃഷ്ണാവതാരത്തിലേക്ക് വരുന്നതിന് മുമ്പ് ആളുകള് അവരവർക്ക് വേണ്ടി മാത്രമാണ് ഈ ഭക്ഷണം ഉണ്ടാക്കുന്നത്. എന്നാൽ നമ്മുടെ ശരീരത്തിന് വേണ്ടി മാത്രം, മറ്റുള്ളവർക്ക് വേണം, അല്ല ഈ ദേവന്മാർക്ക് കൊടുക്കണം, അല്ലെ ഭഗവാൻ വെക്കണം എന്നുള്ള ഒരു ചിന്തയില്ലാതെ എല്ലാം സ്വന്തം വയറിന് വേണ്ടിയിട്ട് മാത്രമാണ് ഭക്ഷിക്കുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് നമ്മുടെ ചോദ്യത്തിന് ആൻസർ ആയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അത് ക്ലിയർ ആണ്. മാതാജി പറഞ്ഞ പോയിന്റ് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് അതിന്റെ ആൻസർ ആയിട്ട് വന്നിട്ടില്ല അത്. ഓക്കെ, അശോക മാതാജി. ഹരേ കൃഷ്ണ പ്രഭു, നമ്മൾ കൃതജ്ഞതയില്ലാത്തവരായതുകൊണ്ടാണ്. എന്റെ ചോദ്യം വീണ്ടും അതല്ല. എന്റെ ചോദ്യം, മൃഗങ്ങൾ പട്ടിണി കിടക്കുന്നുണ്ടോ ഇല്ലയോ? ഇല്ല. അപ്പൊ ശിലപ്രഭാതി എഴുതി തെറ്റല്ലേ?
മനസ്സിലായില്ല പ്രഭു. പ്രഭു ആൻസർ ചില പറഞ്ഞു. പ്രഭുപാദ് ഇവിടെ ഭാവാർത്ഥത്തിൽ എഴുതിയിരിക്കുന്ന ഒരു പോയിന്റ് ആണ്. മാതാജി ഇപ്പൊ എന്നോട് ഞാൻ ചോദിച്ചു, മാതാജി പറഞ്ഞു മൃഗങ്ങൾ പട്ടിണി കിടക്കുന്നില്ല എന്ന് മാതാജി പറഞ്ഞു. ഇവിടെ ചില പ്രഭുപാദ് എഴുതിയിരിക്കുന്നു, നമ്മൾ ഭഗവാനെ ഭജിക്കുന്നില്ലാത്തവരാണ് എങ്കിൽ ദൈവാവബോധമില്ലാത്ത സാധാരണ മൃഗങ്ങളെ പോലെ ആഹരിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവർക്ക് വനങ്ങളിലെ വന്യമൃഗങ്ങളെ പോലെ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിയേണ്ടി വരും. സോ മൈ ക്വസ്റ്റ്യൻ ഈസ്, വന്യമൃഗങ്ങളും വനത്തിൽ താമസിക്കുന്ന മൃഗങ്ങൾ പട്ടിണിയിലാണോ കഴിയുന്നത്? ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഒരു മിനിറ്റ് മതി അജി മാതാജി, ഒരു മിനിറ്റ്. അതിന് മുമ്പ് മല്ലിക മാതാജി കൈ ഉയർത്തിയിട്ടുണ്ട്. മല്ലിക മാതാജി പറഞ്ഞിട്ട് ഹാൻഡ് റൈസ് ചെയ്തത് കാണുന്നില്ലോ പ്രഭു, അത് എവിടെ ആയിട്ടാ? ഒരു മിനിറ്റ്. അതായത് മാതാജി ആ സ്ക്രീനിൽ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ മാതാജിക്ക് റിയാക്ട് എന്നൊരു ഓപ്ഷൻ കാണാം. റിയാക്ട്. ആ റിയാക്ട് എന്ന ഇതിൽ ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ റേസ് ഹാൻഡ് എന്നൊരു ഇത് കാണാൻ പറ്റും. അവിടെ കൈ പ്രസ് ചെയ്താൽ. മല്ലിക മാതാജി പറഞ്ഞിട്ടെ, അടുത്തത് അജി മാതാജി പറയാം. ഹരേ കൃഷ്ണ പ്രഭുജി. കാട്ടിലെ ജയമനുസരിച്ച് കയ്യൂക്കുള്ളവർ ജീവിക്കപ്പെടുന്നതാണ്. അപ്പൊ പരാക്രമം കൂടുതലുള്ളവര് മറ്റുള്ള ചെറിയ ജന്തുക്കളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഭക്ഷണം കഴിക്കുക. പക്ഷെ അസുഖമുള്ളവരും വയസ്സായവരൊക്കെ പട്ടിണിയിൽ തന്നെയാണ്. കാരണം അവർക്ക് ഭഗവാനെ പറ്റിയൊന്നും മൃഗങ്ങൾക്ക് നമ്മളെ പോലെ ആലോചിക്കാനോ യാചിക്കാനോ ഭഗവാനോട് പറയാനോ ഒരു കഴിവുമില്ല. അപ്പൊ അവര് സംബന്ധിച്ച് പറയാച്ച അവര് പട്ടിണിയിലായിരിക്കും. മറ്റുള്ളവർ ഉപേക്ഷിച്ച് പോയ ഭക്ഷണ പദാർത്ഥം അങ്ങനെ എന്തെങ്കിലും കിട്ടിയില്ലായി, അതൊക്കെ അവനാന്റെ മുജ്ജമ്മ സുഹൃതം പോലെ ഇരിക്കും. കഴിഞ്ഞ ജന്മം വെരി ഗുഡ് ചെയ്ത പോയിന്റ്. നല്ലൊരു പോയിന്റ് ആണ് മാതാജി പറഞ്ഞത്. വെരി ഗുഡ്. ഐ റിയലി അപ്രീഷിയേറ്റ്. നല്ലൊരു പോയിന്റ് അവിടെ ഉണ്ട്. അജി മാതാജി പറഞ്ഞാട്ട് അതിനുശേഷം മായാതീത മാതാജി. അജി മാതാജി എന്താണ് പറയാൻ ആഗ്രഹിച്ചത്? ഹരേ കൃഷ്ണ. അല്ല പ്രഭു, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ വന്യജീവികൾ ആഹാരം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പൂർണ്ണമായിട്ട് അറിയാൻ പറ്റത്തില്ല. പിന്നെ ഇപ്പം നമ്മളെപ്പോഴും പത്രത്തിലൊക്കെ കാണുന്നില്ലേ, കാട്ടിൽ നിന്ന് മൃഗങ്ങൾ നാട്ടിലോട്ട് ഇറങ്ങിയെന്ന്. ചിലപ്പോ അവയ്ക്ക് ഫുഡ് കിട്ടാഞ്ഞിട്ടായിരിക്കും അവർ നാട്ടിലോട്ട് ഇറങ്ങുന്നത്. ചിലപ്പം പണ്ടങ്ങനെ വരുന്നില്ലായിരുന്നല്ലോ. സംശയമില്ല. 100% കറക്റ്റ് ആണ്. 100% കറക്റ്റ് ആണ്. ഓക്കെ, വെരി ഗുഡ്. നല്ല പോയിന്റ്. മായാതീത മാതാജി. ഹരേ കൃഷ്ണ. അതിൽ തന്നെ പർപ്പട്ടിൽ തന്നെ പ്രഭുവാദ് പറഞ്ഞിട്ടുണ്ട്, ദൈവാവബോധം ഇല്ലാത്തവരാണ് വന്യമൃഗങ്ങൾ എന്നൊരു പോയിന്റ് കൊടുത്തിട്ടുണ്ട് അവിടെ. 100%. ഓക്കെ, അത് കറക്റ്റ് ആണ്. അത് നമ്മൾ ക്ലിയർ ആണ്. നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. സോ ഓക്കെ, നൗ ഐ വിൽ ഷെയർ മൈ തോട്ട്. എന്റെ ചിന്ത എനിക്ക് വേറൊരു ഡയറക്ഷനിൽ പോയിട്ടുണ്ട്. അത് ഒരു തരത്തില് മല്ലിക മാതാജി പറഞ്ഞ പോയിന്റുമായിട്ട് അത് കുറച്ച് അലൈൻ ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാല് ഞാൻ പറയുന്നത്, തീർച്ചയായിട്ടും വനത്തില് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ തന്നെയാണ്. ശക്തിയുള്ളവരാണ് കഴിക്കുന്നത്, അല്ലെങ്കിൽ അവര് മിടുക്ക് കാണിച്ചിട്ടാണ് ജീവിക്കുന്നത്. വന്യമൃഗങ്ങൾ, കടുവ, പുലി മുതലായ ജീവികള് അവര് സ്വയം വേട്ടയാടി കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ സ്വയം വേട്ടയാടി കഴിക്കുമ്പോൾ ഒരു പക്ഷേ ഒരു ദിവസം അവർക്ക് ഭക്ഷണം കിട്ടിയില്ല അല്ലെങ്കിൽ കൊല്ലാൻ സാധിച്ചില്ല എങ്കിൽ അവർ പട്ടിണി കിടന്നേ പറ്റുള്ളൂ. അത് വൺ റീസൺ. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ സയന്റിഫിക് സ്റ്റഡീസുമായിട്ടൊക്കെ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം, ഒരുപാട് ജീവികൾ ഭൂമിയിൽ നിന്ന് എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുണ്ട്. എക്സ്റ്റിങ്ക്റ്റ് ആകുന്നത് എന്താണ്? വംശനാശം സംഭവിച്ച ഒരുപാട് ജീവികൾ ഉള്ളതായിട്ട് നമ്മൾ പഠിച്ചിട്ടും കേട്ടിട്ടുമുണ്ട്. റിസർച്ച് തന്നെയാണ്. അതായത് ഡൈനോസർ, അതുപോലെ തന്നെ വേറെ എന്തൊക്കെയാണ് അറിയാൻ എനിക്ക് ഓർമ്മ വരുന്നില്ല. പക്ഷെ അതങ്ങനെ ഒരുപാട് ജീവികൾ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായിട്ടുള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. ഈ ഡൈനോസറൊക്കെ അപ്രത്യക്ഷമാകാനുള്ള കാരണം എന്തായിരുന്നു? അതിന് ആഹാരം കിട്ടാതായത് കൊണ്ട് തന്നെയാണ് അത്. ഭക്ഷണം വാസ് വൺ ഓഫ് ദ റീസൺ. ദർ ആർ അതർ റീസൺസ് ഓൾസോ. സോ അങ്ങനെ സംഭവിക്കുന്നുണ്ട് എങ്കിൽ അപ്പൊ അതുകൊണ്ടായിരിക്കാം ശിലപ്രഭുപാദ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. കാരണം അതല്ല എങ്കിൽ നമ്മളെ നേരത്തെ ഡിസ്കസ് ചെയ്തൊരു പോയിന്റ് ഉണ്ട്, വരരുചിയുടെ കഥ. പിന്നെ ഐതിഹ്യമാലയിലുള്ള വരരുചി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കഥ പറയുമ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യമാണ്, എന്താ വായ കീറിയിട്ടുണ്ടോ എങ്കിൽ ഇലയിട്ടിട്ടുണ്ട്. സോ അതൊരു ജനറൽ കൺസെപ്റ്റ് ആണ്. ഭഗവാൻ ഒരു വ്യക്തിക്ക് വായ കീറിയിട്ടാണ് ഭൂമിയിൽ ജനിക്കുന്നതെങ്കിൽ ആ വ്യക്തിക്കുള്ള ഭക്ഷണം ഭഗവാൻ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് 100% ഉറപ്പാണ്. തീർച്ചയായിട്ടും
ഇപ്പൊ ശിലപ്രഭുപാദ് ഇവിടെ പറയുന്ന പോയിന്റ്, കാരണം നമ്മൾ വേറെ രീതിയിൽ നമ്മൾ അതിനെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കണം. എനിക്കും കൺഫ്യൂഷൻ ഉണ്ട്, കാരണം എന്തുകൊണ്ടാണ് ശിലപ്രഭുപാദ് അത് എഴുതിയിരിക്കുന്നത്. നമുക്ക് വേറെ എവിടെയെങ്കിലും നോക്കാം, അതിന്റെ എവിടെയെങ്കിലും സോഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ ഇത് മറ്റേതെങ്കിലും ഭാവാർത്ഥത്തിൽ ഇതിന്റെ ഒരു ആൻസർ നമുക്ക് കിട്ടും. ഡെഫിനറ്റ്ലി നമുക്കത് കിട്ടും. നമുക്ക് ഒന്നുകൂടി നോക്കാം അത് എന്താണെന്ന്. അപ്പൊ ഈ രണ്ട് കാരണങ്ങളായിരിക്കും. ഞാൻ പറഞ്ഞു, ഒരു മൃഗം മറ്റു മൃഗത്തിനെ ആക്രമിച്ച് കഴിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ചില ഒരു ദിവസം കിട്ടാതെ വന്നു കഴിഞ്ഞാൽ അത് പട്ടിണി ഇരുന്നേ പറ്റത്തുള്ളൂ. കാരണം ചെറിയ ജീവിയാണെങ്കിലും കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാണെങ്കിലും ആ ചെറിയ ജീവി തന്റെ ജീവനെ രക്ഷിക്കാനായിട്ട് മാക്സിമം അത് ശ്രമിക്കും. നമ്മൾ പല വീഡിയോകൾ കണ്ടിട്ടുണ്ട്, മാൻപേടയൊക്കെ ഓടി രക്ഷ നേടാനായിട്ട് ശ്രമിക്കുന്നത് കണ്ടിട്ടുണ്ട്. സോ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് ആ മൃഗം എത്ര ശക്തനാണെങ്കിലും പട്ടിണി കിടക്കേണ്ടതായിട്ട് വരും. പക്ഷെ ദൈവബോധം ഇല്ലാത്തവരാണ് വന്യമൃഗങ്ങൾ. അതുപോലെ മനുഷ്യർക്ക് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങളും പാലും പച്ചക്കറികളും ലഭ്യമാക്കുന്നതും ഭഗവാനാണ്. ഭഗവാനാണ് ഞങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകുന്നതെന്ന് തിരിച്ചറിയാനുള്ള കടമ മനുഷ്യജീവികൾക്കുണ്ട്. ഭഗവാന്റെ കാരുണ്യത്തിനുള്ള കൃതജ്ഞതയായി അവർ ആദ്യം യജ്ഞമായി ഭഗവാന് ഭക്ഷണം സമർപ്പിക്കുകയും ശേഷിക്കുന്നത് പ്രസാദമായി ഭക്ഷിക്കുകയും ചെയ്യണം. അതാണ് യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര ലോകോ അയം കർമ്മബന്ധനഃ. ഇവിടെ ദേവന്മാരുടെ പ്രാർത്ഥനയിൽ ആ ട്രാൻസ്ലേഷനിൽ അവസാനം പറയുന്നത്, അങ്ങേക്കും ഞങ്ങൾക്കും വേണ്ട എല്ലാ ആവശ്യങ്ങളും അനായാസം നേടാനും കഴിയും. എന്താണ് ദേവന്മാർക്ക് വേണ്ടത്? അവർക്ക് സന്തോഷം. അതായത് നമ്മള് ഇവിടെ യജ്ഞങ്ങള് കാര്യങ്ങൾ മുതലായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അവര് സന്തുഷ്ടരാകും. അവര് സന്തുഷ്ടരാകുമ്പോഴാണ് നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ അവര് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു കൊടുക്കൽ വാങ്ങൽ പോലുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് ദേവന്മാരുമായിട്ട് നമ്മളുടെ. അപ്പൊ അതുകൊണ്ടാണ് അവരുടെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരുവൻ തനിക്ക് വേണ്ടി മാത്രം പാചകം ചെയ്ത് സമർപ്പണം കൂടാതെ ആഹരിക്കുന്നത് ആഹാര രൂപത്തിലുള്ള പാപപ്രവർത്തനമായിരിക്കും. അതാണ് മുമ്പ് പറഞ്ഞ ലോകോ അയം കർമ്മബന്ധനഃ യജ്ഞാർത്ഥാത് കർമ്മണോ യജ്ഞശിഷ്ടാശിന സന്തോ മുച്ചന്തേ സർവകിൽപിഷേ ഭൂഞ്ചതേതേ ത്വഹം പാപ ഹേ പചന്ത്യാത്മകാരണാത്. അത് പാപപ്രവർത്തനമായി മാറുന്നു. നമ്മൾ തന്നെ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം ഭക്ഷിക്കുകയാണ് എങ്കിൽ. സോ അൾട്ടിമേറ്റ്ലി നമ്മളിവിടെ പറയുകയാണെങ്കിൽ ഈ ഒരു ശ്ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, തീർച്ചയായിട്ടും നമുക്ക് തുടർന്ന് അതിനുള്ള മറുപടി ഭഗവാൻ കൊടുക്കുമ്പോൾ നമുക്ക് നോക്കാം എന്താണെന്ന്. അപ്പൊ ഇവിടെ ദേവന്മാർ പ്രാർത്ഥിക്കുന്നത് എന്ത് ചെയ്താൽ ഭഗവാൻ സന്തുഷ്ടനാകും, എന്താണ് അങ്ങേക്ക് വേണ്ടത്, എങ്ങനെ അങ്ങേക്ക് നൽകണം. സോ അത് തീർച്ചയായിട്ടും നമുക്ക് ഭഗവത്ഗീതയിൽ അതിനുള്ള ഉത്തരവുണ്ട്. നമുക്ക് തുടർന്ന് നോക്കാം എന്താണെന്ന്. സോ അത് ഭഗവാന് ഭക്തിയോടും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി നമ്മൾ കൊടുക്കുന്ന എന്തും ഭഗവാൻ സ്വീകരിക്കും. അത് നമ്മൾ സ്വീകരിക്കാൻ മാത്രമേ നമുക്ക് അവകാശമുള്ളൂ എന്നുള്ളത്. അത് അശോകമാതാജി പറഞ്ഞ നമ്മുടെ കോട്ട, തീർച്ചയായിട്ടും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കോട്ട ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കണം, അറിയണം എന്നുള്ളതും ഇതാണ്. അപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്നുകൂടി നമുക്ക് ആലോചിക്കാം. എന്തായിരിക്കാം ശിലപ്രഭുപാദ് എന്തുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്? വന്യമൃഗങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നില്ല എന്നല്ല, പക്ഷെ അവർക്ക് ദൈവാവബോധം ഇല്ലാത്തത് കൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് ചില സമയങ്ങളിൽ പട്ടിണിയായിട്ട് കിടക്കേണ്ടതായിട്ട് വരുന്നു. all enjoyable things, so that both we and all living entities can maintain ourselves without disturbance. ഫൈൻ. എനിവേ അതിനുള്ള ആൻസർ നമുക്ക് എങ്ങും ഇവിടെ കാണുന്നില്ല. തുടർന്നുള്ള ഭാവാർത്ഥത്തിൽ എവിടെയെങ്കിലും അതിനുള്ള ആൻസർ കണ്ടിട്ടുണ്ടോ? ഭഗവാന്റെ സമ്മാനങ്ങളുടെ നൈസർഗികമായ മൂല്യം അറിയാൻ കഴിയാതെ വരുമ്പോൾ മനുഷ്യർ ഇല്ലായ്മകളിലാകും. ഈശ്വരാവബോധം ഇല്ലാത്ത ഒരു വ്യക്തിക്ക് തന്റെ പൂർവ്വ സത്കൃതികളുടെ ഫലത്താൽ തൽക്കാലം സമൃദ്ധിയിൽ കഴിയാൻ സാധിച്ചേക്കാം. ഇവിടെ ഒരു മുമ്പ് അശോകമാതാജി പറഞ്ഞ ആ കോട്ടയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ മിക്കവാറും മറ്റുള്ളവരുടെ എൻക്രോച്ച് ചെയ്ത് നമ്മൾ എടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് കാണാനിടയെ, വീഡിയോ ക്ലിപ്പ് ഒരു ക്ലാസ് തന്നെയാണ്, ക്ലാസ്സിന്റെ ഒരു പോർഷനാണ് കാണാനിടയത്. അദ്ദേഹം പറയുകയാണ്, നമ്മൾ കഠിന അധ്വാനം ചെയ്തെന്ന് വിചാരിക്കണം. നമ്മൾ ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്ത് നമ്മൾ 10 കോടി രൂപ സമ്പാദിച്ചു. ആ 10 കോടി രൂപ നമ്മൾ സമ്പാദിച്ചു എങ്കിൽ നമ്മൾക്ക് യഥാർത്ഥത്തിൽ അലോട്ട് ചെയ്തത് 1 കോടി രൂപയേ ഉള്ളൂ എന്ന് വിചാരിക്കാം. 1 കോടി രൂപയേ ഉള്ളൂ. ആ 1 കോടി രൂപയേ ഉള്ളൂ എങ്കിൽ നമ്മൾ 10 കോടി സമ്പാദിച്ചാലും നമുക്ക് 1 കോടിയുടെ അനുഭവിക്കാനേ നമുക്ക് യോഗം ഉണ്ടാവുള്ളൂ.
നമ്മൾ എഫേർട്ട് എടുക്കണ്ടെന്ന് പറയുന്നില്ല, പക്ഷെ നമ്മൾ എത്ര എഫേർട്ട് എടുത്താലും നമ്മളത് സമ്പാദിച്ചാൽ പോലും നമുക്ക് അനുഭവിക്കാനുള്ള യോഗം എന്ന് പറയുന്ന ആ 1 കോടിക്ക് ഉണ്ടാവും. എൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് അനുഭവമുണ്ട്. ഞാനൊരു ഇതിനു വേണ്ടി പെട്ടിട്ട് ഞാൻ 10-50 ലക്ഷം രൂപയോളം സ്റ്റക്കായി കിടപ്പുണ്ട് എൻ്റെ ഒരു സ്ഥലത്ത്. സോ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ്, പക്ഷെ എന്ത് ചെയ്യാനാ, അത് അനുഭവിക്കാൻ നമുക്ക് യോഗം വേണം. ഭഗവാൻ അത് കളയത്തില്ല, നാളെ ഒരു ദിവസം തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിവേ, അത് ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾക്ക് തന്നെ പല സിറ്റുവേഷൻ അനുഭവം ഉണ്ടാവും. നമ്മളുടെ കോട്ട അതനുസരിച്ച് നമുക്ക് എത്ര എഫേർട്ട് എടുത്ത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞാലും നമുക്കത് അനുഭവിക്കാൻ ഉള്ളെങ്കിൽ മാത്രമേ നമുക്ക് അനുഭവിക്കാൻ യോഗ്യം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈശ്വരാവബോധത്തിൽ അഥവാ ഭക്തി സേവനത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാത്ത ആർക്കും ശക്തമത്തായ ഭൗതിക പ്രകൃതിയുടെ ജാഗ്രതയിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ ആവില്ല. സോ അതിനുശേഷം പക്ഷേ ശക്തമായ ഭൗതിക പ്രകൃതിയുടെ നിയമപ്രകാരം ഭഗവാനുമായുള്ള ബന്ധം മറക്കുന്ന ഏത് കുബേരനെയും പിടികൂടാൻ ദൂരെ എവിടെയോ പട്ടിണി ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. എത്ര വലിയ കുബേരനാണെന്ന് പറഞ്ഞാലും ഭഗവാന്റെ അതനുസരിച്ച് പാലിക്കുന്നില്ല എങ്കിൽ പട്ടിണി കിടക്കാനുള്ള ഒരു യോഗമുണ്ട് എങ്കിൽ അത് അനുഭവിക്കുക തന്നെ ചെയ്യും. ഇതാണ് ഇതിൽ നിന്ന് പറയാനുള്ളത്. യെസ്, ഗംഗാനാഥ് പ്രഭു. പ്രഭുജി, എനിക്ക് ആ ഒരു ശ്ലോകം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. 2-4 ദിനം കൊണ്ടൊരുത്തനെ തന്റെ നടത്തുന്നതും വെരി ഗുഡ്, വെരി ഗുഡ്. കറക്റ്റ്. മാളിക മുതലേറിയവനെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. കാരണം അത് പക്ഷേ നമ്മളുടെ പ്രവൃത്തിക്ക് അനുസരിച്ചല്ല. നീ ഭഗവാൻ അങ്ങനെ അത്ര ഒരു ക്രൂരനൊന്നുമല്ല ഭഗവാൻ. ഒരിക്കലും നമ്മളുടെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. പക്ഷെ നമ്മളുടെ പ്രവൃത്തിക്ക് അനുസരിച്ച് ഭഗവാനെ മറന്നു പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രകൃതി കാത്തു വെച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റ്. അതാണ്, എത്ര വലിയ പണക്കാരനാണെന്ന് പറഞ്ഞാലും ഒരു പക്ഷേ നമ്മുടെ ഇതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്ന ഭഗവാനെ ഓർക്കാതെ ആണ് നമുക്ക് നിൽക്കുന്നത് എങ്കിൽ നമ്മൾക്ക് ഒരു പട്ടിണി നമ്മളെ ഇതിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പട്ടിണി ആകുക തന്നെ ചെയ്യും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സോ ഹരേ കൃഷ്ണ, നമ്മൾ ഇത് ഇച്ചിരി നേരത്തെ നിർത്തുകയാണ്. എനിക്ക് എൻ്റെ കുടുംബക്ഷേത്രത്തിൽ നമ്മളുടെ അമ്മയുടെ കുടുംബക്ഷേത്രമുണ്ട്. അവിടെ ഇന്നലെ മിനിഞ്ഞാന്ന് അവിടെ കൊടിയേറി ഉത്സവമാണ്. അപ്പോൾ അതിൽ ഒരു 3-ാമത്തെ ദിവസം ഉത്സവം പണ്ട് നമ്മുടെ സ്വന്തം അമ്പലമായിരുന്നു, കംപ്ലീറ്റ് നമ്മളുടെ അണ്ടറിൽ ഉണ്ടായിരുന്നതാണ്. ഇപ്പം നാട്ടുകാർക്ക് വിട്ടുകൊടുത്തു. പക്ഷെ ഒരു ദിവസത്തെ ഉത്സവം നമ്മുടെ പേരിലാണ് ഇപ്പോഴും നടത്തുന്നത്. ഈരയിൽ എന്ന് പറയും, അതായത് ചങ്ങനാശ്ശേരിക്ക് അടുത്ത്, ചങ്ങനാശ്ശേരിയിൽ നിന്ന് കോട്ടയത്തിന് പോകുന്ന വഴി അവിടെ ഒരു സ്ഥലത്തിന് അവിടെയാണ് ക്ഷേത്രം. അവിടെ ഇന്ന് ഞങ്ങളുടെ പേരിലാണ് ഉത്സവം. അപ്പം ഞങ്ങളുടെ പേരിൽ ഉത്സവം എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബം മുഴുവൻ എല്ലാവരും ഉണ്ട്. അപ്പം എല്ലാവരും പോകുന്നു. അപ്പം നമ്മുടെ വലിയ അമ്മയുടെ അമ്മാവനും അമ്മായിക്കും ഒക്കെ അങ്ങോട്ട് പോകണം. അപ്പം ഞാൻ അവരെ ഒന്ന് കൊണ്ടുപോകണം. ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പം ദേവിയെ പോയി തൊഴുതിട്ട് കൃഷ്ണഭക്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ പോവുകയാണ്. സോ നമുക്ക് ഉച്ച നേരത്തെ കുടുംബത്തിന്റെ ഫോട്ടോ ഒന്ന് പബ്ലിഷ് ചെയ്യണം. ഞങ്ങളുടെ കുടുംബത്തിന്റെയോ? അതെ. ഞങ്ങളുടെ കുടുംബത്തിന്റെ ഫോട്ടോ എടുക്കണമെങ്കിൽ ഇപ്പൊ എല്ലാരും കൂടെ എവിടെ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. അവിടെ വെച്ച് കിട്ടുമല്ലോ, അവിടെ വരത്തില്ലേ ആൾക്കാർ? എല്ലാരും വരത്തില്ല ബ്രോ. നോക്കട്ടെ, ഉണ്ടെങ്കിൽ ഉള്ളവരെയൊക്കെ എടുക്കാം. ഞാൻ നോക്കട്ടെ. കുറച്ച് ആൾക്കാരൊക്കെ വരത്തുള്ളായിരിക്കും. അപ്പൊ എല്ലാവരുടെയും നമ്മള് നോക്കട്ടെ. ഇങ്ങനെ ഇപ്പൊ നടത്തില്ല. കുടുംബസംഗമമുണ്ട് ഇപ്രാവശ്യം ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടാണ് കുടുംബസംഗമം. അപ്പൊ അന്നേരം കുറെ ആൾക്കാരൊക്കെ വരും. അപ്പൊ അന്നേരം നമുക്ക് ഫോട്ടോ എടുക്കാം. സോ ഹരേ കൃഷ്ണ, താങ്ക് യു സോ മച്ച്. ഇത് കിട്ടുമോ അന്നേരം പ്രഭു? ഞങ്ങൾക്ക് ഈ സത്സംഗത്തിന് സേവയ്ക്കുള്ള അവസരം കിട്ടുമെന്ന് ആ സമയത്ത്, കുടുംബസംഗമ സമയത്തോ? തീർച്ചയായിട്ടും പ്രഭു, സേവ ഞങ്ങളുടെ. ആയിക്കോട്ടെ, തീർച്ചയായിട്ടും. വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. സോ താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലും ജപാ സെഷനും വന്ന എല്ലാവർക്കും ഹൃദയംഗമായി നന്ദി തന്നെ രേഖപ്പെടുത്തുന്നു. ആർക്കെങ്കിലും സ്പെഷ്യൽ പ്രേയേഴ്സ് ഉണ്ടോ ഇന്നത്തെ ദിവസം? ഓക്കെ, സ്പെഷ്യൽ പ്രേയേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ മോളിക്ക് കുറെ ദിവസമായിട്ട് ചുമ മാറുന്നില്ല. അതെ, ഓക്കെ, തീർച്ചയായും പ്രാർത്ഥിക്കുന്നു പ്രഭു. മാതാജിക്ക് വളരെ ബുദ്ധിമുട്ടുന്നു. ഈ അടുത്ത കാലത്തായിട്ടുണ്ടാകുന്ന ചുമ എങ്ങനെയാണ് പ്രഭു? മോൾക്കും ഉണ്ടായിരുന്നു ഒരുപാട്